എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 9, 2026 വ്യാഴാഴ്ച. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സ്, ക്രിപ്റ്റോ ഇതിനകത്തെയല്ല നമ്മൾ വോളിയം പ്രൊഫൈൽ എന്നൊരു ടൂൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത, വേറെ യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ച ഒരു സ്ട്രാറ്റജിയല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രാറ്റജിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് വോളിയം പ്രൊഫൈലിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾ അവിടെ നമ്മൾ ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ട് പ്രീവിയസ് വീഡിയോ കാണുകയാണെങ്കിൽ അറിയാം നിങ്ങൾക്ക്, ബുധനും വ്യാഴവും നമ്മളെന്താണ് സെൻസെക്സിൽ മാത്രമാണ് ട്രേഡ്, അതിൻ്റെ ലെവൽ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പക്ഷേ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽ നമ്മൾ നോക്കാറുണ്ട്. കാരണം സെൻസെക്സിൻ്റെ ട്രേഡ് ചെയ്യുന്നതും സെൻസെക്സിൻ്റെ മൂവും നിഫ്റ്റിയുടെ മൂവും ഓൾമോസ്റ്റ് നല്ല സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് കൂടെ കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലെവൽസ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഈ ലെവൽസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസാണ്. അപ്പം പുതിയ ചേഞ്ചസ് ഇല്ലെങ്കിൽ ഈ ലെവൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് നോക്കാം. കാരണം കഴിഞ്ഞ ലെവൽസ് ഞാൻ ഇന്നലെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണി ടൈമിൽ ഈ ലെവൽസ് ഓക്കെ, ഈ എല്ലാ ലെവൽസും ഇതിനകത്ത് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. കറക്റ്റ് എല്ലാ പോയിൻറ്റും അത് തന്നെയാണ്. ഒരു പോയിൻ്റ് പോലും ഞാൻ മാറ്റം വരുത്തിയില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഓൾറെഡി കൊടുത്തതാണ് ഗ്രൂപ്പിനകത്ത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പുട്ടിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ നമ്മളെ ലെവലിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് കിട്ടിയില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് നമ്മളെ ലെവലിൻ്റെ മേലെ പോയി മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഞാൻ അവിടെ ആ ടൈമിൽ തന്നെ ഞാൻ മാർക്കറ്റിൽ, കാരണം നമ്മൾ ഇന്നലെ കൊടുത്ത പുട്ടിൻ്റെ ലെവലിൻ്റെ ഒരുപാട് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ പുട്ടിൻ്റെ ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരുപാട് താഴെയാണ്. ഒരുപാട് മീൻസ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വിക്ക് അടിച്ച് കുറേ താഴെ വന്നു. ഏകദേശം 150 പോയിൻറ്റ് താഴെ വന്നതുകൊണ്ട് നമുക്കതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഞ്ചിലല്ല മാർക്കറ്റ് ഉള്ളത്. നമ്മളെ ലെവൽ മേലെയും മാർക്കറ്റ് താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലൈവിലുള്ള ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഓക്കെ, കാരണം ഇന്നലെ മാർക്കറ്റ് നല്ല ഫാളായിരുന്നു. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ട് മേടിച്ച് ആരും ഹോൾഡ് ചെയ്യരുത്, മാർക്കറ്റാണ് എനി ടൈം മാർക്കറ്റ് റിക്കവറായി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റിൽ സി ആക്റ്റീവാണ്. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, സി ആക്റ്റീവായി വെയിറ്റ് ചെയ്യുക, അത്യാവശ്യം നല്ലൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് റീടെസ്റ്റ് വന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കോളിൻ്റെ ഓപ്ഷൻസിലേക്ക് പോയി. കോൾ ഓപ്ഷൻ നിങ്ങൾ ടെലിഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതാണ് കോൾ ഓപ്ഷൻ നമ്മൾ കൊടുത്ത ആ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കാരണം ടെലിഗ്രാമിൽ ഞാനൊരു പുട്ട് ഇട്ടായിരുന്നു. പക്ഷേ പുട്ട് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയുടെ ഇപ്പോൾ ഇന്ന് പറഞ്ഞ ലെവൽ, ആ ലെവൽ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നമുക്ക് ടെലിഗ്രാമിൽ ഓരോ ടൈമിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ വോളിയം പ്രൊഫൈലാണ് നമ്മളെ മെയിൻ. അപ്പോൾ ആ ഗ്രൂപ്പാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ടെലിഗ്രാമിൽ ഇടത്തുള്ളൂ. ഓക്കെ, അപ്പം എന്നെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ SL എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലെവൽസ് ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് രാവിലെ ടൈമിലാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ വോളിയം പ്രൊഫൈൽ പഠിച്ചവർക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റും. അത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ഈ 2 ലെവൽസ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൊടുത്ത ടൈമിൽ തന്നെ ഈ ലെവൽ നിങ്ങൾക്ക് താഴത്തെ ഒരു ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഗ്യാപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലെവലിൽ നിന്ന് ഫസ്റ്റ് ആക്റ്റീവായി ട്രേഡ്, അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് മേലെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 126 പോയിൻറ്റ് മൂവ് ചെയ്തു മാർക്കറ്റ്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴായി. ഈ സമയത്തായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആളുകളും പോയി പുട്ട് ഓപ്ഷൻ മേടിച്ചത്. ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ കറക്റ്റ് നമ്മളെ ലെവൽ ഉണ്ടായിരുന്നു, അവിടെ ലെവലിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. ഓക്കെ, നമ്മളെ കാരണം ഈ ലെവൽ ഓൾറെഡി ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ് ഈ 2 ലെവൽ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കൊടുക്കാത്ത ലെവലിനെ പറ്റി ഞാൻ പറയാറില്ല. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റ് വന്നു, കറക്റ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. മാർക്കറ്റ് ഏകദേശം 392 പോയിൻ്റാണ് പോയിട്ടുള്ളത്. ഏകദേശം എന്താണ് 10 പോയിൻറ്റ് 15 പോയിൻ്റ് ആയിരിക്കും നമ്മൾ SL വരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു. ഈ ഒരു ലെവൽ നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗ്രൂപ്പിൽ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുത്ത സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ഈ 2 ലെവൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും മീൻസ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കിയിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി ചാൻസ് ഇല്ല. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളെ ലെവലിൽ വന്നു മാർക്കറ്റ്. അവിടെ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും മാർക്കറ്റ് 250, 2 ട്രേഡ് കൊണ്ട് തന്നെ ഏകദേശം 600 പോയിൻറ്റിൻ്റെ മേലെ മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു നമ്മളെ ലെവലിൽ. ജസ്റ്റ് 10 പോയിൻറ്റ്
അല്ലെങ്കിൽ ഏകദേശം എന്താണ് 95 ടു 15 പോയിൻറ്റ്, മാക്സിമം പോയാൽ 15, 16, 20 പോയിൻറ്റ് വരെ കൂട്ടിക്കോ. 20 പോയിൻറ്റ് റിസ്ക്കിലാണ് അത്രയും പോയിൻറ്റ് മൂവ് ചെയ്ത്. അതിനുശേഷം വീണ്ടും നമ്മളെ ലെവലിൽ മാർക്കറ്റ് വന്നു. അതിനുശേഷം വേറെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ആ ടൈമിൽ 2 പ്രാവശ്യം പോയത് ഈ ലെവലിലാണ്. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ സെൻസെക്സിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിലാണ്. എനിക്ക് തോന്നുന്നത് 12 മണി 12:30 ടൈമിലാണ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് 2 പ്രാവശ്യം നമ്മളെ പ്രീമിയത്തിൻ്റെ ലെവൽ വെച്ച് നമ്മളെടുത്ത്. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ ലെവൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 882 ടു 913 ലെവൽ. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കാണാൻ വേണ്ടി പറ്റും. 12:30 ആ ടൈമിൽ, കാരണം ആക്റ്റീവ് ആകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതിനെക്കാട്ടി അരമണിക്കൂർ മുന്നേ ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് 12:43 വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തത് നമ്മളെ ലെവലിലേക്ക് വന്നിട്ടുള്ളത്. 12:43 ലെവൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ടൈം 12:43 ലെവൽ അഗെയിൻ നമ്മളെ ലെവലിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എത്ര പവർഫുൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇത് ഞാൻ മാർക്കറ്റ് പോയതിന് ശേഷം വരച്ചുണ്ടാക്കിയതല്ല. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ 2 ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നെയാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ടെലിഗ്രാമിലുള്ളവർക്കും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം എത്ര പോയിൻറ്റ് പോയി? 155 പോയിൻറ്റ്. ഈവൻ 10 പോയിൻറ്റ് റിസ്ക് എടുക്കുകയാണെങ്കിൽ 155 പോയിൻറ്റ്. ഓൾമോസ്റ്റ് എത്രയായി? 750 പോയിൻറ്റ് നമ്മളെ ഈ സിംഗിൾ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 3 ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ 15 പോയിൻറ്റ് റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 150 പോയിൻറ്റ് ടാർഗറ്റ് വെച്ചോ. ഇവിടെ 150 വെച്ചോ, ഇവിടെ 150 വെച്ചോ, ഇവിടെ 150 വെച്ചോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് 450 പോയിൻറ്റ് ഹിറ്റായിട്ടുണ്ടാവും 3 ട്രേഡ് കൊണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മളെ ലെവലിൻ്റെ ബ്രേക്ക് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തില്ല, സെൻസെക്സ് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ പുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സെൻസെക്സ് ആ ലെവലിൻ്റെ മേലെയാണ് ഉള്ളത്. കാരണം മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല, ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. കാരണം എന്ന് പറയുമ്പോൾ പ്രീമിയത്തിൻ്റെ ഇതും കൊണ്ട്, കാരണം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 9:15, 9:30 മുതൽ 2:30 വരെ വന്നപ്പോഴാണ് മാർക്കറ്റ് സ്പൈക്ക് അടിച്ചിട്ടാണ് എന്ത് ചെയ്തത് ലെവലിൻ്റെ താഴെ പോയത്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് വീണ്ടും കയറി, വീണ്ടും അതേപോലെ തന്നെ 150 പോയിൻറ്റ് മൂവ് ചെയ്തു. പക്ഷേ അതിനുശേഷം വന്ന റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് റിജക്ഷൻ അടിച്ചു. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് സ്പൈക്ക് അടിച്ച് വന്ന് അതിനുശേഷം അപ്പം തന്നെ തിരിച്ച് കയറിപ്പോയ ലെവലാണ്. പക്ഷേ ഇതെന്താണ്? ക്ലിയർ ആയിട്ട് ഈവൻ ദോ നിങ്ങൾ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ പോലും, നിങ്ങൾ ഇതിൻ്റെ റീടെസ്റ്റിലോ എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 പോയിൻറ്റ് 15 പോയിൻറ്റ് എസ് എൽ അടിച്ചാൽ പോലും നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രേഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു. പക്ഷേ സ്റ്റിൽ സെൻസെക്സിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഇല്ലാത്ത കാര്യം ഇല്ലയെന്ന് തന്നെ പറയണമല്ലോ. കാരണം സെൻസെക്സ് നമ്മൾ കൊടുത്ത ലെവൽ ഈ ലെവലിലൊക്കെ അത് ഹോൾഡ് ചെയ്യാണ്. ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഈവൻ ദോ ഈ പ്രീമിയത്തിൽ ബ്രേക്ക് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്തു? റിജക്ഷൻ അടിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നത് പുട്ടിൻ്റെ സ്ട്രൈക്ക് ഏകദേശം ഒരു 190 പുട്ട് ഏകദേശം 560 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നത്? നമ്മൾ സെൻസെക്സിൻ്റെ ലെവൽ കൊടുത്തുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി തന്നെ പറയാം. കാരണം നമ്മൾ കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ലെവലിൻ്റെ താഴെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭീമമായ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഞാനത് പറയുന്നില്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എവിടെയാണ്? ഇതാണ് ക്യാൻഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലെവലിൻ്റെ താഴെ ഏകദേശം 3 മണിക്കുള്ള ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 3 മണിക്കുള്ള ഒരു പുട്ടിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഏത് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ഈ ഒരു ലെവലിലാണ് സംഭവം മറ്റേത് നമുക്ക് കിട്ടിയത്. പക്ഷേ 3 മണിക്കത്തെ നമ്മൾ കൂട്ടുന്നുള്ള ഏകദേശം എത്രയാണ്? 140 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം ഏകദേശം എത്രയും 340 രൂപ, 200 പോയിൻറ്റിന് മൂവ് കിട്ടി. പോരെ? നമ്മളെ ലെവൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ലെവലിൻ്റെ താഴെ കിട്ടി. അവിടെ നിന്ന് നമുക്ക് ഹ്യൂജ് 140 രൂപയുള്ള പ്രീമിയം ഏകദേശം എന്ത് ചെയ്തു? 365 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 പോയിൻറ്റിൻ്റെ മൂവ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സെൻസെക്സിലും കാണിച്ചു തരാം. ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എന്താ? റീടെസ്റ്റ് എടുത്തു. 2 ക്യാൻഡിൽ ഈ ക്യാൻഡിലും ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്തു. മാർക്കറ്റ് ഫോളായി. ഓൾമോസ്റ്റ് 5-6 വരെ ആകുമ്പോൾ 2 ക്യാൻഡിൽ തന്നെ ഏകദേശം 200 പോയിൻറ്റിൻ്റെ മൂവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് ടു നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയുടെ ലെവലിൽ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മേലെ പോയി, കറക്റ്റ് റെസിസ്റ്റൻസ് എടുത്തു, രണ്ടാമത് റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ 2 സമയത്ത് നമുക്ക് പുട്ടിനുണ്ടായിരുന്നു. പുട്ട് നമ്മളെ കറക്റ്റ് ലെവലിലാണ്. ഇവിടെ നിന്ന് ഞാൻ പുട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ പുട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ കിട്ടിയ പോയിൻറ്റ് നമുക്ക് ഏകദേശം 350 പോയിൻറ്റ് കോളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 350 പോയിൻറ്റ് നമുക്ക് പുട്ടിനകത്തും കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലാണത്. കറക്റ്റ് റിജക്ഷൻ എടുത്ത് എവിടെയാണ്? ഇതാണ് അല്ലേ? 10-2 ക്യാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പുട്ട് ഓപ്ഷനിലേക്ക് പോവാം. 10-2 ജസ്റ്റ് പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. 10.42 ക്യാൻഡിൽ അല്ലേ? ഏതാണ്? 60 രൂപയുള്ള സാധനം ഏകദേശം എത്ര വരെ പോയി?
250 റേഞ്ച് വരെ പോയിട്ടുണ്ട്. അത് 60 രൂപയുള്ള സാധനമാണ്, നിങ്ങൾ ഓർക്കണം. ഓക്കെ, 260 ഏകദേശം 460 വരെ പോയിട്ടുണ്ടാവും. ഈ 60 രൂപയുള്ള പ്രീമിയത്തിൽ വരെ 200 പോയിൻറ്റിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ ലെവലിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ലെവൽ ഞാൻ ഇന്നലെ കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. കൊടുക്കാത്തതിനെ പറ്റി ഞാൻ പറയാറില്ല. സ്റ്റിൽ നമ്മളെ ലെവലിൽ വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്നും വീണ്ടും ഫാളായി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ലാസ്റ്റത്തെ ലെവൽ നോക്കിക്കോ. ലാസ്റ്റത്തെ ലെവൽ കറക്റ്റ് ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത്. എത്ര മണിക്കാണ് വന്നിട്ടുള്ളത്? 3:7 നമ്മൾ ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3:7 നിങ്ങൾ പുട്ടിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കി. ഞാൻ സീനകത്ത് വരച്ച് കാണിക്കുന്നില്ല. 3:7 ഏതാണ് ക്യാൻഡിൽ? 3:7ൻ്റെ ക്യാൻഡിൽ 340 ഉള്ള സാധനം എത്ര പോയിൻറ്റ് ഡൗൺ ആയി? ഏകദേശം 100 പോയിൻറ്റ് അവിടെ നിന്ന് ഡൗൺ ആയിട്ടുണ്ട് കറക്റ്റ് നമ്മൾ നിഫ്റ്റിയുടെ ലെവലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ അല്ലാതെ നിങ്ങൾക്ക് ലോകത്തുള്ള ഒരു സ്ട്രാറ്റജി വെച്ചും കിട്ടത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ലെവലും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ചില ആളുകൾക്ക് ചോദിക്കുന്നുണ്ട് പഠിക്കണോ, പഠിച്ചിട്ട് ഇത് കാര്യമുണ്ടോ? ഓക്കെ, അപ്പം കാര്യമുണ്ടോ? കാരണം എന്താ വെച്ചാൽ എൻ്റെ സംസാരം കേട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വന്നിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കേണ്ട, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഞാൻ വോളിയം പ്രൊഫൈൽ കൊടുക്കാത്ത ഒരു ലെവൽ ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ കൊടുത്ത ടൈം അടക്കം ആ മെസ്സേജും അതിൻ്റെ ടൈമും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ ആയിരിക്കും എല്ലാം കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, കാരണം 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, കാരണം നമ്മളൊരാളും വിശ്വസിച്ചിട്ട് ഇപ്പം ലോകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലേ, വർക്ക് ചെയ്യുന്ന ചെയ്യാത്തതുമായ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ച് വർത്താവണമെന്ന് അത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് എൻ്റെ വെറുതെ പൈസ വന്നിട്ട് പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ അവിടെ കൊടുക്കുന്ന ഈ സെയിം ലെവലാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ പ്രോഫിറ്റിലും എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായത്. പിന്നെ ഗോൾഡിൻ്റെ ലെവൽസ് കൂടി ഇന്ത്യൻ മാർക്കറ്റിലാണ് കാരണം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്നാൽ രാവിലെ നമ്മൾ ഫുൾ ടൈം അതിൽ ബിസി ആയിരിക്കും. പിന്നെ വൈകിട്ട് നമുക്ക് എന്താ പറയുക ഇത് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഫോറക്സിൽ നമ്മൾ കൂടുതലായിട്ട് ഇടാറില്ലാത്തത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ നിന്ന് ഒരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു BTCയിൽ. അത് കറക്റ്റ് ടാർഗറ്റ് വെച്ചു, ടാർഗറ്റ് ഹിറ്റായി. ഇതിപ്പം ടാർഗറ്റ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഹിറ്റായത്. അല്ലാതെ ഞാൻ ടാർഗറ്റ് വന്ന ലെവലിലേക്ക് വരച്ചതല്ല. അതിനുശേഷം ഞാൻ ഈ 2 ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെയാണ് സെല്ലിന് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫോളോ ചെയ്തു. അപ്പോൾ വേണ്ടവർക്ക് ഇനി ഈ ലെവൽ വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നാളെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ലെവൽ മാറ്റുന്നതായിരിക്കും. അപ്പം ഗ്രൂപ്പിൽ മാത്രമാണ് എനിക്കത് ഡയറക്റ്റായിട്ട് ആക്സസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ഗ്രൂപ്പിലായിരിക്കും ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഗോൾഡിലെ ലെവൽസും മാറ്റം വരുത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 14-15 ലെവലിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള ലെവലാണ്, പക്ഷേ ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് വേണമെങ്കിൽ ഓക്കെ, കറക്റ്റ് ലെവലിൽ നിന്നാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്നലെ ഞാൻ വോളിയം പ്രൊഫൈൽ നമ്മളെ ഗോൾഡിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. ഓക്കെ, ഈ ഒരു ലെവലിൻ്റെ താഴെ ഓക്കെ മാർക്കറ്റ് വീക്കായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യുന്ന ഇതിൻ്റെ ലെവലിൻ്റെ മേലെ പോയി. പക്ഷേ ഇന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തത് ഈ ലെവലെന്നാണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് ആ സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തു നമ്മളെ റെസിസ്റ്റൻസ് നിന്നാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഈ ലെവൽ വേണമെങ്കിൽ വാച്ച് ചെയ്യാം. ഓക്കെ, 18 ടു കാരണം എനിക്ക് ഞാൻ മറ്റേ TVSയുടെ ചാർട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലെവൽ വാച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടണമെങ്കിൽ നിങ്ങൾ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റാണ്, എനി ടൈം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവൽ മാറ്റി വരക്കേണ്ടത് ആവശ്യം വരും. കാരണം പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഒരു ലെവൽ വെച്ചിട്ട് തന്നെ 10 ദിവസം ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. രാവിലെ മൂവ് ഉണ്ടാവും, ഉച്ചയ്ക്ക് മൂവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലെവൽസ് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ രാവിലെ വരച്ച് കഴിഞ്ഞാൽ നമ്മളത് വൈകുന്നേരം വരെ കീപ്പ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ലെവൽ 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്തിട്ടില്ല നമ്മൾ ആ വീക്ക് മുഴുവനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഗോൾഡിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഗോൾഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഫാസ്റ്റായിട്ടുള്ള മൂവ് ആയിരിക്കും. കാരണം ലോകത്തുള്ള എല്ലാ ന്യൂസും ഏറ്റവും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഗോൾഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗോൾഡിൽ ലെവൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലെവൽ തൽക്കാലം വേണ്ടവർക്ക് മാർക്ക് ചെയ്യുക. ഈ ലെവലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതേപോലെ തന്നെ ഈ മേലത്തെ ലെവലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിനകത്ത് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ്. ഓക്കെ, ഈ ഒരു ടൈമിലാണ് ഞാൻ കൊടുത്തത്. ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ എന്താ ചെയ്യുക, സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടാർഗറ്റ് ഏകദേശം 8800 പോയിൻ്റ്. ഓക്കെ, ഈ ഒരു റേഞ്ചൊക്കെയാണ് കൊടുത്തത്. 8800 സംതിങ് പോയിൻ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ലെവൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത് ലൈവിൽ മാറ്റിയപ്പോൾ അത് ഡിലീറ്റ് ആയി കളഞ്ഞാണ്. ഓക്കെ, കറക്റ്റ് നമ്മൾ ലെവലിൽ വന്നിട്ട് ടാപ്പ് ചെയ്തു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു സാധനം ഞാൻ പറയുന്നില്ല, കൊടുക്കുന്ന സാധനം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ, കാരണം കറക്റ്റ് കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ഞാൻ ബൈ ചെയ്യാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ ഗ്രൂപ്പിൽ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ താഴത്തെ ലെവലിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഈ ലെവൽ ഓൾറെഡി ഉള്ളതാണ്, ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് തന്നെയാണ്. പക്ഷേ ഈ ബൈ കൊടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. പക്ഷേ ഈ ലെവലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാൻ ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക. വോളിയം പ്രൊഫൈൽ മാത്രം നോക്കി നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് മെസ്സേജ് ഇടാനുള്ള സൗകര്യമുണ്ട്. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പഠിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.